എന്നാലും നീ എന്തിനാണ് അവിടെ മുറി കയറിയത്? വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ശരത്ത് പെട്ടെന്ന് ചോദിച്ചു. മുകളിലെ ബാൽക്കണിയിലായിരുന്നു രണ്ടുപേരും. അതോ ഞാൻ മുകളിൽ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാ. അവിടെ മുറിയുടെ ഡോറിൽ തട്ടാൻ തുടങ്ങിയതാ. അപ്പോഴാതെ ഡോർ തുറന്നങ്ങ് പോകുന്നു. നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് കിടന്നുറങ്ങുക. വാതിലിന് ചെറുതായി മുട്ടിയതും അറിഞ്ഞിട്ടില്ല, തുറന്നതും അറിഞ്ഞില്ല. ഇനി അറിഞ്ഞിട്ടും മടി പിടിച്ച് കിടന്നാണെന്തോ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുന്ന പോലെ ബേബി ഉണ്ണിയാർച്ച. തലയിലും തലോടിയപ്പോൾ കൈ പിടിച്ച് ലവ് യു അച്ചാന്ന്. ഭരത് ഏതോ ഓർമ്മയിലെന്ന പോലെ ചിരിച്ചു. അവിടെ തട്ടിത്തടഞ്ഞു നിന്നോ? ശരത്തൊരു ചിരിയോടെ അവനെ നോക്കി. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പ്രണയെന്ന് വിളിക്കാനും പറ്റില്ല, എന്നാൽ ഒരു ഇത്തിരി ഇഷ്ടക്കൂടുതലില്ലെന്ന് പറയാനും പറ്റില്ല. നീ ഇതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ. കയ്യിൽ നിന്ന് കപ്പ അവനും തിരിച്ചു. ശരത്ത് തലയാട്ടി. അമ്മക്ക് അതിനൊരു താല്പര്യമുണ്ട്. അമ്മക്ക് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും. ശരത്ത് പതിയെ പറഞ്ഞു. ഭരത് പുഞ്ചിരിയോടെ കപ്പ് ചുണ്ടോടി ചേർത്തു. ചട്ടിത്തലയായെന്നുള്ള വിളി വർഷങ്ങളായി തന്നെ അസ്വസ്ഥനാക്കുന്ന ഒന്നായിരുന്നു. അതിനു മുകളിൽ ചിരിയുടെ അലകൾ തീർത്തവൾ അതിനെ നിസ്സാരമാക്കിയിരിക്കുന്നു. ചുമ്മാതല്ല, പ്രേമത്തിന് കണ്ണുമൂക്കും വായും ചെവിയൊന്നും ഇല്ലെന്ന് പറയുന്നു. ഇതല്ലേ അവസ്ഥ. കിളി പോയി നിശ്ചരിക്കുന്ന ഭരത്തിനെ നോക്കി ശരത്ത് പിറുവിറുത്തു. 4000 ക്ഷീണം തീരാൻ വേണ്ടി ഭരത്തിന് ഇത്തിരി ദിവസം വേണ്ടി വന്നു. ധനനഷ്ടം വന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ കുഞ്ഞിരാമൻ കളിച്ചാൽ ജയിൽവാസവും മാനഹാനിയും വരെ ഉണ്ടാവുമോ എന്നൊരു ചെറിയ ഭയം അവന് ഇല്ലാതിരുന്നില്ല. ചളിപുരണ്ട ഷൂസ് സ്മാരകം പോലെ റൂമിൽ തന്നെയുണ്ട്. പ്രതികാര ജ്വാല ഇത്തിരി താഴ്ന്നു പോകുമ്പോൾ ഭരത് അതിലേക്കും നോക്കും. അതോടെ അതങ്ങ് ആളിക്കത്തും. പ്രതികാരം മുഖ്യം ബിഗിലേ. തിരികെ കൊടുക്കാനുള്ള പണി ആലോചിച്ച് ഭരത് തലപുകഞ്ഞു. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടേക്ക് അവനൊരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുന്നുണ്ട്. വഴി തെറ്റാതിരിക്കാൻ ഗൂഗിൾ മാപ്പിട്ടാണ് സഞ്ചാരം. പക്ഷെ തല സ്വന്തം തലയായതുകൊണ്ട് പറയുന്നല്ല, കൂടെ നിന്ന് കാലുവാരുന്ന ഇജാതി തല. തൽക്കാലം ആർച്ചയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള തന്ത്രങ്ങളൊന്നും ആ തലയിൽ തെളിഞ്ഞില്ല. ഇനി സ്വന്തം തലയും ആർച്ചയുടെ കൂടെയാണോ എന്ന് പോലും ഭരത് ചിന്തിച്ചു പോയി. രണ്ടുപേരും കാര്യമായിട്ട് യുദ്ധമൊന്നും പ്രഖ്യാപിക്കാത്ത കാരണം പെട്ടുപോയത് പത്മയായിരുന്നു. ഒരെന്റർടൈൻമെന്റും ഇല്ല. നീ ജീവിതം അവാർഡ് പടം പോലെ മുന്നോട്ട് പോകുന്ന പത്മക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഉള്ളിക്കാരത്തിക്കാണെങ്കിൽ എപ്പോഴും തെലുങ്ക് പടം പോലെ പോകണം. അടിയിട്ടി ലഹള, ആകെ മൊത്തം ബഹളമയം, കളർഫുൾ. എങ്കിലല്ലേ ഒരു ഇതുള്ളൂ. ആർച്ചയും ഇതേ കാര്യം തന്നെ ചിന്തിച്ച് കിടന്നു. ഭരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കമില്ലാത്ത അവളെയും അല്പം ആശയക്കുഴപ്പത്തിലാക്കി. കുഞ്ഞിരാമൻ ഇത്ര പെട്ടെന്ന് നന്നായോ എന്ന് പോലും ആർച്ച ചിന്തിച്ചു പോയി. പതിവ് പോലെ വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ പത്മയുടെ വീടിന് മുമ്പിലെത്തിയതും പുറത്താരെയും കാണാത്തതിനാൽ ആർച്ച ഗേറ്റിന് 2 തവണ മുട്ടി. ഉള്ളിലേക്ക് എത്തി നോക്കി. സിറ്റ് ഔട്ടിലിരുന്ന് പത്രം വായിക്കുന്ന രാമചന്ദ്രൻ അവൾ നോക്കി കൈ ഉയർത്തി ഹായ് കാണിച്ചു. ആന്റി, എവിടെയാ അങ്കിള്? ആർച്ച വിളിച്ചു ചോദിച്ചു. നിന്റെ കുഞ്ഞിരാമനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി, എന്തോ പൂജയുണ്ടെന്ന് രാമചന്ദ്രൻ വിളിച്ചു പറഞ്ഞു. എന്റെ കുഞ്ഞിരാമ, അത് കൊള്ളാലോ. ശത്രു സംഹാര പൂജയാണ് അങ്കിളെ. ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി അവൾ കുസൃതിയോടെ ചോദിച്ചു. രാമചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. അതെന്തായാലും ആവില്ല. അവന്റെ പ്രധാന ശത്രു ഇപ്പൊ നീയാണല്ലോ. നിന്നെ പൂജ ചെയ്ത് ഒതുക്കാൻ എന്തായാലും പത്മ കൂട്ടു നിൽക്കില്ല. ആർച്ച തലയാട്ടി ചിരിച്ചു. ശരത്തേണ്ണും ഗ്രീഷ്മേച്ചി അവിടെ കൂടെ പോയോ? ആർച്ചയുടെ ചോദ്യം കേട്ട് രാമചന്ദ്രൻ സംശയത്തോളം അവിടെ നോക്കി. എന്തുപറ്റി? അയാൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ശരത്തേണ്ണ ഒരു ബുക്ക് വാങ്ങാൻ പറഞ്ഞിരുന്നു, അത് കൊടുക്കാനാ. അവൾ ബാഗ് തുറന്നൊരു ബുക്ക് എടുത്തു. ഇല്ല, രണ്ടുപേരും മുകളിൽ അവരുടെ മുറിയിലുണ്ടാവും, ചെന്ന് കൊടുത്തു. എനിക്ക് അങ്ങോട്ട് കയറാൻ വയ്യ, മോള് കൊടുത്തിട്ട് വാ. ആർച്ച തലയാട്ടി ഉള്ളിലേക്ക് നടന്നു. ശരത്തിന്റെ മുറിയുടെ മുന്നിലെത്തി വാതിൽ മുട്ടിയതും ചക്ക വെട്ടിട്ടതുപോലെ ഉള്ളിൽ നിന്നെന്തോ താഴെ വീണ ശബ്ദം കേട്ടത് ഒരുമിച്ചായിരുന്നു. ആർച്ച കണ്ണു മിഴിച്ച് നിന്നു. ദേവിയേ, എന്റെ കൈക്ക് ഇത്രയും പവറോ? കൈ നിവർത്തി പിടിച്ച് ആർച്ച സ്വയം ചോദിച്ചു. വീണ്ടും അവളൊന്ന് വാതിൽ മുട്ടി. അപ്പോഴേക്കും ഗ്രീഷ്മ ഒന്ന് വാതിൽ തുറന്നു. ഉള്ളിലെന്താ വീണ ശബ്ദം കേട്ടത്? എന്താ താഴെ വീണ ശബ്ദം? ആർച്ച സംശയത്തോടെ അവൾ നോക്കി. ഏയ്, അതൊരു ബുക്ക് താഴെ വീണതാ, ഗ്രീഷ്മ അല്പം ചമ്മലോടെ പറഞ്ഞു. ഇത് ശരത്തേട്ടന് കൊടുത്തേക്ക്. ആർച്ച ബുക്ക് ഗ്രീഷ്മയെ ഏൽപ്പിച്ചു. താഴെ വീണ ബുക്കിന് എന്തായാലും ഒരു 19 കിലോ കനമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നല്ല ഒച്ചയുണ്ടായിരുന്നേ. ചക്ക വെട്ടിയിരുന്ന പോലെ പൊത്തോന്നൊരു ശബ്ദം വന്നു. ഗ്രീഷ്മയുടെ നെറ്റിൽ സ്ഥാനം മാറിക്കിടുന്ന പൊട്ടെടുത്ത് നേരെ വെച്ച് ആർച്ച തിരിഞ്ഞിടന്നു. കണ്ണിറുകി അടച്ച് ചമ്മിയ ഭാഗത്തിൽ ഗ്രീഷ്മ തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് ശരത്ത് ഇറങ്ങി വന്നു. ഈശ്വര, അവൾ വിചാരിച്ചാണ് ഇവിടെ നമ്മൾ റൊമാൻസ് കളിച്ചാണെന്ന്. ഗ്രീഷ്മ തലക്ക് കൈ കൊടുത്തിരുന്നു. അതിന്? ശരത്ത് പുരിക്കുമ്പോഴൊക്കെ അവൾ നോക്കി. അതിന്? ഗ്രീഷ്മ ശരത്തിന്റെ ഷർട്ടിൽ പിടിച്ച് അടുപ്പിച്ച് ചെവിയിൽ മൂളിപ്പാട്ട് പാടി. ആ പാടിയ മൂളിപ്പാട്ടിൽ ബോധം പോയി. മൂളിപ്പാട്ടും പാടി സകല കിളികളും ജനാല വഴി ഓടിയിറങ്ങി. ആർച്ച ഏൽപ്പിച്ച ബുക്ക് അവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് ഗ്രീഷ്മ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആർച്ച വരുന്നതിന് തൊട്ടുമുമ്പ് ഏതോ ഒരു കോഴി ഗ്രീഷ്മയ്ക്ക് ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജ് വായിക്കാൻ ശരത്ത് നടത്തിയ ശ്രമവും
അത് തരില്ല, എനിക്ക് തന്നെ അവനെ തെറിവണമെന്ന് പറഞ്ഞ് ഗ്രീഷ്മ ഫോൺ കൊടുക്കാതിരിക്കാൻ നടത്തിയ പ്രതിരോധവുമാണ് കുറച്ചു മുമ്പ് അരങ്ങേറിയത്. കൃത്യമായി ആ സമയത്തിന് ആർച്ച വന്ന് വാതിൽ മുട്ടി. ശബ്ദം കേട്ട പ്രാർത്ഥത്തിൽ ഗ്രീഷ്മ ശരത്തിനെ തള്ളി താഴെയിട്ടു. ശരത്തിന്റെ ആ ആർച്ചയാണ് ആർച്ച കേട്ടത്. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ വീണെടുത്ത് ചാടിയെഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറിയതാണ്. വേറൊന്നുമില്ല, അലച്ചു തള്ളി വീണപ്പോൾ പുറകിൽ നല്ല കാര്യമുള്ള വേദന ഉണ്ടായിരുന്നു. നാളെ ആ കുട്ടി പിശാചെന്നെ നാണം കെടുത്തല്ലോ ദേവിയെ. കയ്യിൽ നിന്ന് ബുക്ക് വെച്ചാൽ തലയിലടിച്ച് രാമചന്ദ്രനോട് യാത്ര പറഞ്ഞ് ഗേറ്റ് വന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കിച്ചുവിന്റെ വീട്ടിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി കാറുകൾ വരുന്ന ആർച്ച ശ്രദ്ധിച്ച് അവളൊന്ന് പകച്ച് നിന്നു. കിച്ചുവിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ആ വശത്തേക്ക് ഒരു ശ്രദ്ധ അവൾ കൊടുത്തിരുന്നില്ല. ആ കാര്യം പോലും ഓർക്കാറില്ല എന്നതായിരുന്നു സത്യം. ഇനിയും കൂടുതൽ അവരിലേക്ക് ശ്രദ്ധിക്കാൻ നിന്നാൽ ജീവിതം അടിയിടിയും വഴക്ക് മാത്രം ആയിപ്പോകുമോ എന്ന ഭയം ആർച്ചയ്ക്കും ഉണ്ടായിരുന്നു. എങ്കിലും തന്നോട് മോശമായിട്ട് എന്തെങ്കിലും ചെയ്താൽ വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച തീരുമാനം. ഉച്ചയ്ക്ക് ശേഷം കീർത്തി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നവൾ പെട്ടെന്ന് ഓർത്തു. ഇപ്പോൾ മിക്കപ്പോഴും അവൾ ക്ലാസ് കെട്ടിയുന്ന പതിവായതിനാൽ ഇപ്പോൾ അവളുടെ കാര്യം ശ്രദ്ധിക്കാറുമില്ല. ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് വന്നതിനാൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും എന്ന് ചിന്തിച്ച് അവൾ ആ കാര്യം ഒഴിവാക്കി വിട്ടു. അവളൊരു മൂളിപ്പാട്ടും പാടി വീട്ടിലേക്ക് നടന്നു. കൃഷ്ണേട്ടാ, കിച്ചുവിന്റെ കല്യാണം മുടങ്ങിയെന്ന്. വീട്ടിലെത്തിയ ഒരു കാക്കക്കുളിയും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ആർച്ചയുടെ ചെവിയിൽ ജയശ്രീയുടെ വാക്കുകൾ വന്ന് വീണ്. എന്റെ പൊന്ന് ദേവി. മുകളിലേക്ക് നോക്കി നീട്ടി വലിച്ചൊരു ഉമ്മോടുത്ത് ആർച്ച താഴേക്ക് ഒരു ചാട്ടം ചാടി. മുടങ്ങിയോ? കൃഷ്ണന്റെ സ്വരത്തിൽ അമ്പരപ്പ് കലർന്നു. അത് മുടങ്ങിയില്ല, പക്ഷെ ഏതാണ്ട് മുടങ്ങിയതുപോലെ എന്നാ രാധ ചേച്ചി പറഞ്ഞു. ജയശ്രീ അല്പം ജാളിതയോടെ പറഞ്ഞു. ഉമ്മ ഞാൻ തിരിച്ചെടുത്തു. വായിച്ചെഴുന്നേക്ക്. ആർച്ച മുകളിലേക്ക് നോക്കി മുഖം വീർപ്പിച്ചു. രാധേച്ചി എന്തു പറഞ്ഞു? കൃഷ്ണൻ ചോദിക്കുന്ന കേട്ടോ ആർച്ച ഡൈനിങ് ഹാളിന്റെ അടുത്ത് നിന്ന് ചെവി വീർപ്പിച്ചു. ആ പെണ്ണിന്റെ വീട്ടിൽ വിളിച്ച് ആരോ എന്തൊക്കെയോ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത്രേ. പെണ്ണിന്റെ വീട്ടുകാരും കിച്ചുവിന്റെ ബന്ധുക്കളൊക്കെ അവന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കേട്ടതും നനഞ്ഞ വിറകിട്ട അടുപ്പ് പോലെ ആർച്ചയുടെ തല പുകഞ്ഞു. അവരെന്നെക്കാളും വലിയ ശത്രുവോ? അതാരായിരിക്കും? എത്ര ആലോചിച്ചിട്ടൊന്നും കിട്ടാതെ ആർച്ച അസ്വസ്ഥയായി. ഇതിനിപ്പോ ആരുവിന്റെ തലയിൽ വരുമെന്നാ എന്റെ പേടി. അല്പം പരിഭ്രമത്തോടെ ജയശ്രീ പറഞ്ഞു. ആവശ്യമില്ലാത്ത പറയേണ്ട ജയ, അവൾ എന്തായാലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെക്കുറിച്ച് പറയാനുള്ള ധൈര്യം അവൾക്കുണ്ട്. ഒളിച്ചും പാത്തും ചെയ്യേണ്ട ആവശ്യം അവൾക്കില്ല. പിന്നെ അവൻ പോയത് നന്നായിന്നേ ഇപ്പം അവൾ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ കല്യാണം മുടക്കാനും മാത്രം വിട്ടിയൊന്നല്ല നമ്മുടെ മോള്. കൃഷ്ണകുമാർ പറഞ്ഞു. ഇനി നീയായിട്ട് ഇങ്ങനൊരു സംശയം രാധേച്ചിയോടൊന്നും പറയണ്ട. അതും പറഞ്ഞ അയാൾ എഴുന്നേറ്റ് പോയി. ആർച്ച ചായമെടുത്ത് അയാൾക്ക് പിറകെ ചെന്നു. പടക്കം പൊട്ടിച്ചാലോന്നൊരു ആലോചനയുണ്ടോ? വരാന്തയിൽ നിന്ന് പുറത്തേക്ക് കാല് നീട്ടിയിരുന്ന് കൃഷ്ണകുമാർ ചിരിയോടെ ചോദിച്ചു. ആർച്ച അയാൾക്കടുത്തേക്ക് ഇരുന്നു. അച്ഛന് എങ്ങനെ തോന്നിയത് എന്നോട് ചോദിക്കാൻ? ആർച്ചയുടെ സ്വരം ഗൗരവം മാറുന്നു. എന്താ മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാലപ്പടക്കം മതി അച്ഛാ. പക്ഷെ ഇപ്പൊ പൊട്ടിച്ചാലേ ചെയ്യാത്ത തെറ്റിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. ഒരാഴ്ച കഴിഞ്ഞ് നല്ല കനത്തിൽ പൊട്ടിച്ചേക്കാം. 2 ഗർഭം കലക്കിയും 10 ഗുണ്ടും 2 മാല ഓലപ്പടക്കവും. ആർച്ച തലയൽപ്പം ചരിച്ച് അയാളെ നോക്കി കണ്ണു ചിമ്മി. കൃഷ്ണകുമാർ ചിരിയോടെ തലയാട്ടി. പിന്നെന്താ, പൊട്ടിച്ചേക്കാം. ആർച്ചയുടെ ചിരി കേട്ടുകൊണ്ടാണ് ഭരത് താഴേക്ക് ഇറങ്ങി വന്ന്. ദോഷം പറയാൻ പാടില്ല, സൂപ്പർ 4-ൽ സിത്തുമണി ചിരിക്കുന്നു. ആർച്ചയുടെ ചിരി ഏതാണ്ട് ഒരേ റേഞ്ചിൽ വരും. ഹാളിലിരുന്ന് അച്ഛനോട് സംസാരിക്കുന്ന ആർച്ചയുടെ അച്ഛമ്മയെ കണ്ട് അവൻ പുഞ്ചിരിയോട് അടുത്തേക്ക് ചെന്നു. അച്ഛമ്മയുടെ കാലിൽ തൊട്ട് തൊഴുത് കൃഷ്ണകുമാറിന്റെ അടുത്തേക്ക് ഇരുന്നു. ശരത്തിന്റെ കണ്ണുകൾ തള്ളിപ്പോൾ വെളിയിൽ വീഴുന്ന അവസ്ഥയിലായി. മുട്ടുമടക്കില്ല, തലകുനിക്കില്ല. ശരത്തിന്റെ ഉള്ളിൽ കൈ ചുരുട്ടി മുകളിലേക്ക് ഉയർത്തി വിളിക്കുന്ന ഭരത്തിന്റെ രൂപം തെളിഞ്ഞു. SSLC പരീക്ഷയ്ക്ക് പോകുമ്പോൾ അച്ഛന്റെ അനുഗ്രഹം വായിക്കാൻ പറഞ്ഞതിന് മുദ്രാവാക്യം വിളിച്ച് പോയ ചെക്കനാ. ഹായ് അങ്കിൾ. ഭരത് കൃഷ്ണകുമാറിന്റെ കൈ പിടിച്ചു. മറുപടിയായി അയാൾ കണ്ണിച്ചിമ്മി പുഞ്ചിരിച്ചു. മറ്റന്നാ ആരുവിന്റെ അച്ഛമ്മയുടെ പിറന്നാൾ ക്ഷണിക്കാമെന്നാ രാമചന്ദ്രൻ പറഞ്ഞതും ഭരത് ആണോ എന്ന മട്ടിൽ അവരെ നോക്കി. പാർട്ടി വേണമെങ്കിൽ ശരത്ത് പറഞ്ഞു. ഭരത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ചിരിയോടെ തലയാട്ടി. ഏതൊക്കെയോ വഴികളിലൂടെ ഭ്രാന്തിനെ പോലെ പോയ ആ ചിന്ത ഫിനിഷിംഗ് പോയിന്റിലെത്തിയ സന്തോഷത്തിൽ കണ്ണുകളൊന്ന് വെട്ടി വിടർന്നു. പിന്നെ വെള്ളി നിറത്തിലൊന്ന് തിളങ്ങി. ടീപ്പോയിൽ നിന്ന് സ്റ്റീൽ ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ കണ്ണിൽ കണ്ടതാ, വേറൊന്നുമല്ല. അവൻ ഡൈനിങ് ടേബിളിനടുത്തേക്ക് പാളി നോക്കി. ആർച്ച ബിസ്ക്കറ്റ് ചായയിൽ മുക്കി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് ചായയിൽ മുക്കിയ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. അഥവാ കണ്ട ബിസ്ക്കറ്റ് താഴിപ്പൂ. ഗ്രീഷ്മയും പത്മയും ജയശ്രീയും ആണെങ്കിൽ പൊരിഞ്ഞ സംസാരത്തിലാണ്. എന്നാൽ ഇവർക്ക് 3 പേർക്ക് എപ്പോൾ കണ്ടാൽ ഇത്രമാത്രം സംസാരിക്കാൻ എന്താണാവോ? എല്ലാവരുടെ ഇടയിൽ ശരത്ത് സായി കെട്ട് ശരത്ത് അച്ഛൻ്റെ പാത പിന്തുടർന്നു. പത്രം നിവർത്തി പിടിച്ചിരുന്നു. അല്ല പിന്നെ. അപ്പൊ അച്ഛമ്മക്ക് വേണ്ടിയാണോ?
ആരും നാളെ വ്രതെടുക്കും അടിപ്രദക്ഷിണം നടത്താൻ നേർന്ന് പെട്ടെന്ന് ഭരത് ചോദിച്ചു. അതുവരെ ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഒരൊറ്റ നിമിഷം കൊണ്ട് നിശബ്ദമായി. മൊട്ടു സൂചിയല്ല, മൂത്രമിറ്റി താഴെ വീണാൽ പോലും കേൾക്കും, അത്രക്ക് നിശബ്ദത. എല്ലാവരും അന്യഗ്രഹ ജീവിയെ കണ്ട മുഖത്തിട്ട് ഭരത്തിനെ തുറിച്ചു നോക്കി. അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഫോണിലായിരുന്നു. ചായയിൽ മുക്കി വായ വരെ കഷ്ടപ്പെട്ട് കൊണ്ടെത്തിച്ച ബിസ്ക്കറ്റ് കുറേ സമയം കാത്തിന്നിട്ട് ഉള്ളിലേക്ക് പ്രവേശനം കിട്ടാത്തതിനാൽ തിരിച്ച് ചായയിലേക്ക് തന്നെ വീണ് വീരചരമം പ്രാപിച്ചു. അതിന്റെ ആഘാതത്തിൽ ഇത്തിരി ചൂട് ചായ കയ്യിൽ വീണപ്പോഴാണ് അവൾക്ക് ബോധം വീണത്. വീണ ബോധത്തെ എടുത്ത് തലയിൽ കയറ്റി തുറന്നു വെച്ച വായ പോലും അടക്കാതെ അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. എല്ലാവരും കോറസായി ചോദിച്ചു. ആഹാ, എന്തൊരു ഒത്തൊരുമ! ഭരത് എല്ലാവരെയും മാറി മാറി നോക്കി. ആ ആരും, അവൻ നിസ്സാരമായി പറഞ്ഞു. പണി ആരും, 8ന്റെ പണി. മര്യാദക്ക് പണിയെടുക്കുന്ന ആർച്ചയുടെ ബ്രെയിൻ അടുത്ത സെക്കൻഡിൽ അപായ സൂചന കൊടുത്തു. ആ, ഇന്നലെ വൈകുന്നേരം ഗേറ്റിനടുത്ത് നിന്നല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിച്ച്. ഭരത് നിഷ്കുവായി. പത്മയും രാമചന്ദ്രൻ ആലോചിച്ചു. ഇന്നലെ അവർ തമ്മിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ഇത് തന്നെയാണോ സംസാരിച്ചെന്നൊരു ഉറപ്പില്ല. ദേവിയേ, ഇതൊക്കെ എപ്പോ? ഇന്നലെ വൈകുന്നേരം കൂടെ ചട്ടിത്തലയെന്ന് വിളിച്ചു പോയ ഞാനാ. ആർച്ചയുടെ ഉള്ളിൽ നിലവിളി മുഴങ്ങി. ആ നിലവിളി തൊണ്ടക്കുഴിയോളം എത്തി. അച്ഛമ്മയെ കണ്ടതും അവിടെ തന്നെ തലയിറങ്ങി വീണ് മരിച്ചു. തലേന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവനോട് സംസാരിക്കാൻ തോന്നിയ ആ സമയത്ത് ആർച്ച ശപിച്ചു പോയി. അതും വെച്ച് ഇങ്ങനെ ഒരു പണിയോ?